നോക്കുന്നത് Dynatech V7000 പവർ ആംപ്ലിഫയർ. ഇതൊരു കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് വന്ന് ഇതിൻ്റെ ചാനൽ 1 പ്രൊട്ടക്റ്റ് മോഡിലാണ് ഓണായി നിൽക്കുന്നത്. ചാനൽ 1ൻ്റെ പ്രൊട്ടക്ഷൻ ലൈറ്റ് ഓണായി നിൽക്കുകയാണ്. ഇപ്പം ചാനൽ 1ൽ നിന്ന് ഔട്ട്പുട്ട് ഇല്ല. അപ്പം ചാനൽ 1 എങ്ങനെ സർവീസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ചാനൽ 1 എങ്ങനെ റിപ്പയർ ചെയ്ത് നമുക്കത് കറക്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പം നോക്കിക്കോളൂ. പ്രൊട്ടക്ഷൻ ലൈറ്റ് റെഡ് LED കത്തി നിൽക്കുന്നത് പ്രൊട്ടക്ഷൻ LED ആണ്. ചാനൽ 1 വർക്കിംഗ് അല്ല, പ്രൊട്ടക്റ്റ് മോഡിൽ ഓണായി നിൽക്കുകയാണ്. അപ്പം ചാനൽ 1 എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് റെഡ് LED കത്തി ആംപ്ലിഫയർ ഇങ്ങനെ ഓണായി നിൽക്കുന്നത്. ചാനൽ 2 വർക്കിംഗ് ആണ്, ചാനൽ 1 കംപ്ലൈൻ്റ് ആണ്. അപ്പം നമുക്ക് ഇത് എങ്ങനെ റിപ്പയർ ചെയ്യാമെന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കതിൻ്റെ ടോപ്പിലത്തെ കവർ അഴിച്ച് നോക്കാം. അതിൻ്റെ സ്ക്രൂ എല്ലാം ലൂസ് ചെയ്ത് കവർ നമുക്ക് ഓപ്പൺ ചെയ്യാം. കവർ ഓപ്പൺ ചെയ്തിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഇപ്പം കവർ ഓപ്പൺ ചെയ്യാൻ പോവാണ്. കവർ ഓപ്പൺ ചെയ്തപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ കണ്ടോ, ഫുള്ള് ഡസ്റ്റാണ്. അപ്പം നമുക്ക് ഇത് ഫുള്ള് ഡസ്റ്റ് എല്ലാം കളഞ്ഞ് 2 ചാനലും പുറത്തെടുത്തതിന് ശേഷമാണ് ഞാൻ സാധാരണ ഡസ്റ്റ് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ 2 ചാനലിൻ്റെ നമുക്ക് ബോർഡ് ഫുള്ള് റിമൂവ് ചെയ്ത് വെളിയിലെടുത്ത് ഫുള്ള് പൊടി കളഞ്ഞിട്ട് നമുക്ക് പണിയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് 2 സൈഡിലെയും ബോർഡ് ഞാൻ റിമൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ റിമൂവ് ചെയ്തിട്ട് നമുക്ക് കാണാം. ഇപ്പം ഞാൻ 2 സൈഡും ബോർഡ് റിമൂവ് ചെയ്ത് പൊടിയെല്ലാം കളഞ്ഞു ഫുള്ള് ക്ലീൻ ചെയ്തിട്ടേക്കാണ്. 2 സൈഡിലെ മൊഡ്യൂള്, ആംപ്ലിഫയറിൻ്റെ മൊഡ്യൂളുകൾ 2ഉം റിമൂവ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലെ ആംപ്ലിഫയർ മൊഡ്യൂൾ റിമൂവ് ചെയ്ത് ഫുള്ള് ഡസ്റ്റ് കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ ഞാൻ ഇൻറ്റു മാർക്ക് ഇട്ടേക്കുന്നതാണ് നമ്മുടെ ഡാമേജ് ആയിട്ടുള്ള മൊഡ്യൂൾ. ഇതാണ് കംപ്ലൈൻ്റ് ആയിട്ട് ചാനൽ 1ൻ്റെ മൊഡ്യൂളായിരുന്നു. അപ്പം ഇതാണ് നമുക്ക് സർവീസ് ചെയ്യാനുള്ളത്. ഇതും ഫുള്ള് ഡസ്റ്റൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചേക്കാണ്. ഇത് ചാനൽ 2 വർക്കിംഗ് ആണ്. ഇതിൽ പ്രത്യേക വർക്ക് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അത് ഡസ്റ്റെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ചാനൽ 1 എങ്ങനെ റിപ്പയർ ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് ഇതിനകത്ത് കമ്പോണൻസൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം. മെയിൻ കമ്പോണൻസ് ഇത് ഔട്ട്പുട്ട് ട്രാൻസിസ്റ്ററുകളാണ് ഈ കാണുന്നത്. NJW സീരീസിലുള്ളതാണ്. ഈ സൈഡിലായിട്ട് ഒരു ഫസ്റ്റ് കാണുന്ന ഡയോഡാണ്. അതിനപ്പുറത്ത് മോസ്ഫെറ്റ് IRF 7010. ഇതാണ് ഡയോഡാണ്. നമ്മുടെ പവർ സപ്ലൈ മൊഡ്യൂളിലേക്ക് ഔട്ട്പുട്ട് ഡ്രൈവിലേക്ക് പോകുന്നതിനുള്ള സ്വിച്ച് ചെയ്യുന്ന മോസ്ഫെറ്റും ഡയോഡുമാണ്. ഇതും കംപ്ലൈൻ്റ് ആയാൽ ഇങ്ങനെ തകരാറ് വരാറുണ്ട്. ഈ കാണുന്നതൊക്കെ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്ററുകളാണ്. NJW 0281. അതേപോലെ ഈ സൈഡിൽ നമ്മുടെ ഡ്രൈവർ സെക്ഷനാണ്. ഡ്രൈവർ സെക്ഷനകത്തുള്ള IC. അതേപോലെ 2 ഡ്രൈവർ ട്രാൻസിസ്റ്ററുകളാണ് കിടക്കുന്നത്. MJE 150, 33, 32 2 ട്രാൻസിസ്റ്ററുകൾ. ഇതും ഷോർട്ടായി കഴിഞ്ഞാൽ ഇതേപോലെ പ്രൊട്ടക്ഷൻ മോഡിലേക്ക് വരാറുണ്ട്. ഇതൊരു റെഗുലേറ്റിംഗ് IC ആണ് 18 വോൾട്ടിൻ്റെ. അതേപോലെ ആ കാണുന്ന പിന്നുകളിലാണ് നമ്മുടെ ട്രാൻസ്ഫോമർ. ഇതിൻ്റെ 2 അടിയിൽ 2 ബ്രിഡ്ജ് റെക്ടിഫയർ ICകളാണ്. ഇത് നമ്മുടെ കപ്പാസിറ്റർ ബാങ്കിലേക്ക് പോകുന്ന വയറാണ്. ഇത് നമ്മുടെ കപ്പാസിറ്റർ ബാങ്കിലേക്ക് കൊടുക്കുന്ന വയറാണ്. അതേപോലെ നെക്സ്റ്റ് സൈഡിൽ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്ററുകളാണ്. NJW 0302. NJW 0302 ട്രാൻസിസ്റ്റർ. അതേപോലെ 2 തെർമിസ്റ്ററുകളാണ് ടെമ്പറേച്ചർ സെൻസ് ചെയ്യാനുള്ളത്. അപ്പുറത്തെ സൈഡിൽ കൂട്ട് ഈ സൈഡിലും നമ്മുടെ ഡ്രൈവർ വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് സ്വിച്ച് ചെയ്യുന്ന മോസ്ഫെറ്റും ഡയോഡുകളാണ്. 2 സൈഡിലും സെയിം നമ്പർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
അപ്പം ഇതൊക്കെയാണ് ഇതിനകത്തെ മെയിൻ കമ്പോണൻസുകൾ. ഇനി നമുക്ക് ഡാമേജ് ആയ ബോർഡ് ഏത് ഭാഗമാണ് ഡാമേജ് എന്ന് നമുക്ക് മീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ രണ്ട് സൈഡും ടെസ്റ്റ് ചെയ്യാം. ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ ഏതെങ്കിലും ഷോർട്ടായിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഷോർട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പം ഇതിൻ്റെ കേസിൽ ഷോർട്ടുകളൊന്നും കാണിക്കുന്നില്ല. ഈ സൈഡ് ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ ഒന്നും പോയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഈ സൈഡ് ഓക്കെയാണ്. ടെസ്റ്റിങ്ങിൽ ഒരു ഔട്ട്പുട്ട് ട്രാൻസിസ്റ്ററുകളൊന്നും ഷോർട്ട് കാണിക്കുന്നില്ല. രണ്ടൊന്ന് ട്രാൻസിസ്റ്ററുകൾ സെപ്പറേറ്റ് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പം എല്ലാം നോർമലായിട്ടുള്ള റീഡിങ്സാണ് കാണിക്കുന്നത്. ഷോർട്ടായിട്ടുള്ള റീഡിങ്ങുകളൊന്നുമില്ല. എല്ലാം നോർമലായിട്ടുള്ള റീഡിങ്ങുകൾ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ കുഴപ്പമില്ല. അതേപോലെ നമ്മുടെ സ്വിച്ചിങ് മോസ്ഫെറ്റും ഷോർട്ടല്ല, നോർമലായിട്ടുള്ള റീഡിങ് തന്നെയാണ് കാണിക്കുന്നത്. ഈ സെക്ഷനിൽ അപ്പം കംപ്ലൈൻറ്റുകളൊന്നും കാണിക്കുന്നില്ല. അതേപോലെ തന്നെ ഡയോഡും നോർമൽ റീഡിംഗ് ആണ്, ഷോർട്ടല്ല. ഡയോഡും ഓക്കെയാണ്. ഇനി നമുക്ക് നേരെ അപ്പുറത്തെ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ സെക്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ഈ സെക്ഷൻ നമുക്ക് ആദ്യം ഡയോഡും ചെക്ക് ചെയ്യാം. ഡയോഡും റിവേഴ്സിൽ ഹൈ ആണ് കാണിക്കുന്നത്. ഫോർവേഡിൽ കറക്റ്റ് വാല്യൂ റെസിസ്റ്റൻസ് തന്നെയാണ് കാണിക്കുന്നത്. മോസ്ഫെറ്റും ഷോർട്ടൊന്നുമില്ല, നോർമലായിട്ടുള്ള റീഡിംഗ് തന്നെയാണ് കാണിക്കുന്നത്. അതേപോലെ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും നോർമൽ റീഡിങ്സ് തന്നെയാണ് കാണിക്കുന്നത്. രണ്ട് സൈഡും ഔട്ട്പുട്ട് ട്രാൻസിസ്റ്ററുകൾക്ക് കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല. ഒരു ട്രാൻസിസ്റ്റർ ഷോർട്ടാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഷോർട്ടായിരിക്കും കാണിക്കുന്നത്. അതുകൊണ്ട് രണ്ടൂന്നെണ്ണം ചെക്ക് ചെയ്തപ്പോഴും എല്ലാം നോർമൽ റീഡിംഗ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് സെക്ഷനിൽ തകരാറ് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ഇനി നമുക്ക് ഡ്രൈവർ സെക്ഷനിലാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. നമുക്ക് ഔട്ട്പുട്ട് സെക്ഷൻ എല്ലാം നോർമൽ റീഡിംഗ് തന്നെയാണ് കാണിക്കുന്നത്. എല്ലാ ഡയോഡ് ആയിട്ടുള്ള നമ്മുടെ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്ററുകളെല്ലാം നോർമൽ റീഡിങ്സ് തന്നെയാണ് കിട്ടുന്നത്. ഒന്നും ഷോർട്ടായിട്ടുള്ള റീഡിങ്ങുകളില്ല. ഇതെല്ലാം പാരലായിട്ട് ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ എല്ലാം പാരലായതുകൊണ്ട് തന്നെ നമുക്ക് ഒരെണ്ണം ഷോർട്ടായി കഴിഞ്ഞാൽ എല്ലാം ഷോർട്ട് കാണിക്കും. നമുക്ക് ഡ്രൈവർ ട്രാൻസിസ്റ്റർ ഒന്ന് ചെക്ക് ചെയ്യാം. ഡ്രൈവർ ട്രാൻസിസ്റ്റർ NPN ഉം PNP ട്രാൻസിസ്റ്ററാണ് കിടക്കുന്നത്. അപ്പോൾ ഒരെണ്ണം ബേസിൽ കൊടുത്ത് എല്ലാം നോർമലായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. നോർമൽ റീഡിംഗ് ആണ്. ഔട്ട്പുട്ട് ഡ്രൈവർ ട്രാൻസിസ്റ്റർ ഓക്കെയാണ്. അതേപോലെ തന്നെ അതിൻ്റെ പവർ സപ്ലൈയിൽ വരുന്ന ഒരു 3.3 ഓം റെസിസ്റ്റൻസ്, അതാണ് ഇപ്പം ചെക്ക് ചെയ്തത്. അതും ഓക്കെയാണ്. സെനർ ഡയോഡുകളാണ്, അതും ഓക്കെ. ഇത് നമ്മുടെ 15 വോൾട്ട് ഡ്രൈവർ സെക്ഷനിലേക്ക് കൊടുക്കുന്ന സെനർ ഡയോഡുകളാണ്. 15 വോൾട്ടിൻ്റെ സെനർ ഡയോഡ്. അപ്പോൾ ഇത് ചെക്ക് ചെയ്തപ്പോൾ അത് ഷോർട്ടായിട്ടുള്ള റീഡിംഗ് ആണ് കാണിക്കുന്നത്. അതിൽ ആദ്യം ഞാൻ ചെക്ക് ചെയ്ത ഡയോഡ് 4 ഓം റെസിസ്റ്റൻസ് കാണിക്കുന്നു. അപ്പോൾ അതായത് അത് ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത്. ബോഡി വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കത് റിമൂവ് ചെയ്തിട്ട് വെളിയിൽ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം എത്ര റീഡിങ് വരുന്നുണ്ടെന്ന് നോക്കാം. ഇപ്പം ബോർഡിൽ ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത്. ഇത് ഇപ്പം ചെക്ക് ചെയ്തതിൽ അപ്പോൾ തകരാറ് കാണിച്ചത് ആ ഡയോഡ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നോർമൽ റീഡിങ്സ് തന്നെയാണ് കാണിച്ചത്. അപ്പോൾ ആ 15 വോൾട്ടിൻ്റെ സെനർ ഡയോഡാണത്. ഞാൻ അപ്പോൾ അത് ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്ത് വെളിയിൽ വെച്ച് ചെക്ക് ചെയ്യാണ്. ചെക്ക് ചെയ്തപ്പോഴും ലോ റെസിസ്റ്റൻസ്, രണ്ട് സൈഡും ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത്. ഫോർവേഡും റിവേഴ്സും ഷോർട്ടായിട്ടുള്ള റീഡിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഡയോഡ് ഡാമേജ് ആണ്. അപ്പം 15 വോൾട്ടിൻ്റെ ഒരു പുതിയ ഡയോഡ് നമുക്കവിടെ ഇട്ട് നോക്കാം. അതിന് മുന്നേ നമുക്ക് ബോർഡിൽ ഷോർട്ട് ഉണ്ടോ എന്ന് റിമൂവ് ചെയ്ത സ്ഥലത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, വേറെ ഏതെങ്കിലും ഷോർട്ട് വരുന്നുണ്ടോ എന്ന്. അതിൻ്റെ കൂടെയുള്ള ഡയോഡ് ഇപ്പോൾ നോർമൽ റീഡിങ് കാണിക്കുന്നു. അപ്പോൾ ബോർഡിൽ ഷോർട്ടും റിമൂവായി, ഷോർട്ടായിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഡയോഡിൻ്റെ ഡാമേജ് ആയിരിക്കാം നമ്മുടെ കംപ്ലൈൻ്റ് എന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ നമുക്ക് പുതിയ ഡയോഡ്
പുതിയ ഡയോഡല്ല, ഞാൻ വേറെ ഒരു ബോർഡിൽ നിന്ന് എൻ്റെ ഡയോഡ് ഉണ്ടായിരുന്നു, ബോർഡിൽ നിന്ന് ഇളക്കിയതാണ്. 15 വോൾട്ടിൻ്റെ വർക്കിംഗ് ആണ്. ഇപ്പം കറക്റ്റ് റീഡിംഗ് ആണ് കാണിക്കുന്നത്. പുതിയ ഡയോഡ് ഞാൻ ഇളക്കിയതാണ് ബോർഡിൽ നിന്ന്. ഇത് പഴയത് ഡാമേജ് ആയത്. പുതിയത് നമുക്ക് ബോർഡിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പം ഞാനത് പുതിയത് ബോർഡിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അവിടുന്ന് റെസിസ്റ്റൻസ് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം, പുതിയത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ നല്ല റീഡിങ് കാണിക്കുന്നുണ്ട്. 500 ഓമോളം ഫോർവേഡിൽ കാണിക്കുന്നുണ്ട്. റിവേഴ്സ് 0 കാണിക്കുന്നു, ഓവർലോഡും കാണിക്കുന്നു. അപ്പം പ്രശ്നം പരിഹരിച്ചെന്ന് കരുതുന്നു. ഇനി നമുക്ക് ആംപ്ലിഫയർ വെച്ച് ബോർഡ് വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ആംപ്ലിഫയറിൽ നമുക്ക് ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പം ചാനൽ എയുടെ മൊഡ്യൂളായിരുന്നു ഇത്. അപ്പം നമുക്ക് ചാനൽ എയിലേക്ക് പിടിപ്പിക്കാം. ഇത് നമുക്ക് അതിനകത്ത് ഓരോ സോക്കറ്റുകളും കറക്റ്റായിട്ട് തന്നെ പിടിപ്പിക്കണം. അഴിക്കുമ്പോൾ തന്നെ എല്ലാം കറക്റ്റ് നോക്കി വെച്ചിരിക്കണം. പിന്നെ ഇത് ട്രാൻസ്ഫോമറിൽ നിന്നുള്ള സപ്ലൈ ലൈനാണ്. അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓരോ കളർ കോഡ് അനുസരിച്ച് ഓരോ പിന്നിലും ഏതാ കണക്ട് ചെയ്യേണ്ടതെന്ന്. റെഡ്, യെല്ലോ, വൈറ്റ്, പിന്നെ 2 റെഡും 2 യെല്ലോയും 1 വൈറ്റുമാണ്. സെൻറ്റർ ടാപ്പാണ് വൈറ്റ് വയർ. ഇത് കറക്റ്റ് വയർ കറക്റ്റ് പൊസിഷനിൽ തന്നെ പിടിപ്പിക്കണം. ഇല്ല എന്ന് വെച്ചാൽ വീണ്ടും ബോർഡ് ഡാമേജ് ആവും, ഉറപ്പായും ഡാമേജ് ആവും. അപ്പോൾ അത് കറക്റ്റ് ട്രാൻസ്ഫോമറിൻ്റെ വയർ കറക്റ്റ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. വയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഷോർട്ട് ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഫ്രണ്ട് പാനലിൽ നിന്നുള്ള വയറാണ് കണക്ട് ചെയ്തത്. ആഡിയോ ഇൻപുട്ട് വയർ, കപ്പാസിറ്റർ ബാങ്കിലോട്ടുള്ള കണക്ടറാണത്. അപ്പം നമുക്കിനി ഇത് ബോർഡിലേക്ക് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ക്യാബിനിൽ ഇത് ഫിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് പവർ കൊടുത്ത് പ്രൊട്ടക്ഷൻ ഒഴിവായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് ആംപ്ലിഫയർ ക്യാബിനിൽ നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞു. വേണ്ടുന്ന കണക്ഷനുകളെല്ലാം കൊടുത്തു കഴിഞ്ഞു. അപ്പം ചെക്ക് ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള കണക്ഷനുകളെല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് പവർ ഓണാക്കി പ്രൊട്ടക്ഷൻ ലൈറ്റ് ഒഴിവായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഫാനിൻ്റെ കണക്ഷനായിരുന്നു. ഫാനിൻ്റെ പോയിന്റിൽ ഫാനിൻ്റെ കണക്ഷൻ കൊടുത്തു. ഞാൻ ജസ്റ്റ് ഓണാക്കി. അപ്പോൾ ഓക്കെയാണ്. ഒന്നുകൂടെ ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. പ്രൊട്ടക്ഷൻ ഒഴിവായിട്ടുണ്ട്. ഇപ്പം ഞാൻ ചാനൽ 1ൻ്റെ മൊഡ്യൂൾ മാത്രമേ ആംപ്ലിഫയറിൽ ഇട്ടിട്ടുള്ളൂ. അപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓണാക്കി പ്രൊട്ടക്ഷൻ ഒഴിവായത് കാണിച്ചു തരാം. അപ്പോൾ 15 വോൾട്ട് സെനറിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് ഈ പ്രൊട്ടക്ഷൻ ഓണായി നിന്നിരുന്നത്. ഡ്രൈവർ സെക്ഷന് വേണ്ടുന്ന വോൾട്ടേജ് കിട്ടുന്നില്ലായിരുന്നു. ഡ്രൈവർ സെക്ഷനിലേക്കുള്ള 15 വോൾട്ട് അവിടെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പവർ ഓൺ ആക്കുകയാണ്. ആദ്യം പ്രൊട്ടക്ഷൻ കത്തിക്കുന്നുണ്ട്. അപ്പം പ്രൊട്ടക്ഷൻ ഒഴിവായി നോർമലായിട്ട് ഓൺ ആയി കഴിഞ്ഞു. അപ്പം ഈ ചാനലിൻ്റെ പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ട്. നമുക്ക് 2 ചാനലും വെച്ചിട്ട് ഫൈനലായിട്ട് ആഡിയോ കൊടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ആംപ്ലിഫയർ ചാനൽ 1ൻ്റെ പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ട്. നമുക്ക് ഫുള്ള് അസംബ്ലി ചെയ്തതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്യാം. 2 സൈഡിലെയും കണക്ഷനെല്ലാം കൊടുത്തു. 2 ചാനൽ എയുടെയും ചാനൽ ബിയുടെയും 2 മൊഡ്യൂളും ആംപ്ലിഫയറിൽ ഫിക്സ് ചെയ്തു. സ്പീക്കർ ഔട്ട് ചാനൽ 1ൽ നിന്ന് സ്പീക്കർ ഔട്ട് കൊടുത്തിട്ടുണ്ട്. പാരലൽ മോഡിലിട്ടേക്കാണ്. അതേപോലെ മിക്സറിൽ നിന്നുള്ള ഇൻപുട്ടും കൊടുത്തിട്ടുണ്ട്. ചാനൽ 1ൽ നിന്ന് ഔട്ട്പുട്ട് സ്പീക്കറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആംപ്ലിഫയർ ഓൺ ആക്കുകയാണ്. ആംപ്ലിഫയർ ഓൺ ആയിട്ടുണ്ട്. മിക്സറിൽ നിന്നുള്ള സിഗ്നൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമുക്ക് സൗണ്ട് ഒന്ന് കൂട്ടി നോക്കാം. അപ്പോൾ ഇത്
വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഓഡിയോ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. തുടർന്നും ഇതേപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.